ജിതിൻ ആ ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ആളുകളോട് 100ഉം 200ഉം ഒക്കെ തരണം അല്ലേ? അപ്പോ ഞാൻ ചോദിക്കുന്നത്, അപ്പോ ജിതിൻ ശരിക്കും അത് പറയാൻ പാടുണ്ടോന്ന് എന്റെ ചോദ്യം. അല്ല, ജിതിൻ പറഞ്ഞ പല പ്രസ്താവനകളും പത്രസമ്മേളനത്തിൽ പറഞ്ഞ, പ്രത്യേകിച്ചും ആക്ഷൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതെല്ലാം അമ്മയുമായി നിങ്ങൾ നിരന്തരം സംസാരിച്ചിരുന്നു, അമ്മയുമായി ഇവിടെ നടക്കുന്ന ഡിസ്കഷൻ ഒക്കെ നിങ്ങൾ പങ്കുവച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് കുടുംബം പറയുന്നത് മുഖ്യമന്ത്രിയുമായി കാണാൻ വേണ്ടി പോയത് ഞങ്ങളോട് അറിവോടെ അല്ല എന്നുള്ള 2900 രൂപയാണ് ആ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഹപ്രവർത്തകർ തന്നത്. 4 പേര് തിരുവനന്തപുരത്ത് പോയി വരണമെങ്കിൽ എത്ര പൈസ ആവും എന്നുള്ളത് കാണുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലല്ലേ? പക്ഷെ ഞങ്ങൾ എപ്പോഴും ആ അമ്മക്കെപ്പോഴും ആ കുടുംബത്തിനെപ്പോഴും നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഒരു മനുഷ്യന് ഒരു പ്രവർത്തനമായിട്ട് ഇറങ്ങുമ്പോൾ അവരെ ശരിക്കും നമ്മളെ ചേർത്ത് പിടിക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. വളരെ ദുഃഖം തോന്നുന്നുണ്ട് ഈ അവസരത്തിൽ. പക്ഷെ മറ്റുള്ള ഒരു സോഴ്സിൽ നിന്ന് കണ്ടെത്താൻ പാടില്ല എന്ന് കമ്മിറ്റി തീരുമാനമെടുത്തിട്ട് അത് മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ പേരിൽ ആകെ 3500 രൂപയ്ക്ക് വേണ്ടി നടത്തിയ 2900 രൂപയുടെ പിരിവിന്റെ പുറത്ത് ഒരു മാധ്യമ പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പഴി കേൾക്കേണ്ടി വരാൻ നിങ്ങൾക്ക് എന്താണ് ഇതിലൊരു അനുഭവം ഉണ്ടായത്? ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഇത് വേണ്ടാന്ന് തോന്നിയായിരുന്നു? അല്ല, ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുകയാണേ. നമ്മൾ ഈ കമ്മിറ്റിയൊക്കെ ആയിട്ട് നടക്കുന്നത് TV ചർച്ചകളിലും ഈ ചാനൽ ബൈറ്റിലും ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പലരും നമ്മളോട് വിളിച്ചു ചോദിക്കുമല്ലോ, എന്താണ് നിങ്ങൾ ഇങ്ങനെ പിരിവൊക്കെ നടത്തി ഇത്തരം ഒരു സംഭവത്തിൽ എന്നതൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? ദിവസങ്ങളോളം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു. നമസ്കാരം. അർജുന്റെ കുടുംബം മനാഫിനെതിരെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വലിയൊരു ആരോപണം ഉന്നയിച്ചത് അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നുള്ളതാണ്. അത് എത്രത്തോളം സത്യമാണ് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാര്യം മനാഫ് അത് അന്നേ നിഷേധിച്ചു. ഞാൻ മാനാഞ്ചിറ സ്ക്വയറിൽ വന്ന് നിൽക്കാം, എന്നെ കല്ലെറിയാം നിങ്ങൾക്ക്, ഞാൻ അത്തരം പരിപാടി ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് മനാഫ് സംസാരിച്ചത്. അത് ഏകദേശം സത്യമാണ് എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളത് അർജുന്റെ കുടുംബത്തിന് വരെ അറിയാവുന്നതാണ്, അർജുന്റെ അളിയന് വരെ അറിയാവുന്ന, ജിതിന് വരെ അറിയാവുന്ന വിഷയമാണ്. എന്തുകൊണ്ടാണ് അത്തരം രീതിയിലേക്ക് ഇത് ശരിക്കും അറിയാമായിരുന്നു, പക്ഷേ എങ്കിലും മനാഫിനെതിരെയുള്ള പത്രസമ്മേളനത്തിൽ ഇത് ആരോപണം നടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. കാര്യം അർജുന്റെ അളിയൻ വരെ ഇത്തരം ഒരു സംഭവം നടന്നത് അറിയും എന്നുള്ളതാണ്. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എവിടെ നടത്തി എന്നുള്ളതാണ് പ്രശ്നം. ജനങ്ങൾക്ക് അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് നടത്തിയത് എന്നുകൂടെ അറിയേണ്ടതുണ്ട്. വിനോദേട്ടാ, നൗഷാദ് തെക്കല് കൺവീനർ ആയിരുന്നു, വിനോദേട്ടൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അല്ലെ? ജോയിന്റ് കൺവീനർ. പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് എന്തിനാണ് പണപ്പിരിവ് നടത്തിയത് എന്നുള്ളതാണ്. അല്ല, പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്ന് ആരും പറയില്ല. പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. അത് ആരുടെ ഇടയിൽ നിന്ന്, എവിടെ നിന്ന്, എങ്ങനെ, എത്ര എന്നതൊക്കെയാണല്ലോ പ്രശ്നം. ഇപ്പോൾ അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്ന് ഒറ്റ പ്രസ്താവന നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ TV-യിലൊക്കെ അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഭയങ്കര ബ്രേക്കിംഗ് ആയിട്ടൊക്കെ വന്നു. പണപ്പിരിവ് നടത്തി എന്ന് പറയുമ്പോൾ പൊതുജനം വിചാരിക്കുന്നത് ഭയങ്കര പണപ്പിരിവ്, റെസീറ്റ് അടിച്ച് നാട്ടുകാരോട് മുഴുവൻ പിരിച്ച് ഈ വലിയ തോതിൽ തുക ഈ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിക്കാരുണ്ടാക്കി എന്നാണ് ഒറ്റ നോട്ടത്തിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് തോന്നുന്നത്. അല്ല, അത് അങ്ങനെയാണ് സാധാരണക്കാരന്റെ ലെവലിലേക്ക് തോന്നുക. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ കുടുംബം ഇങ്ങനെയൊരു പത്രസമ്മേളനം ഒന്നും വിളിച്ചിട്ട് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഉന്നയിക്കുമായിരുന്നില്ലല്ലോ എന്നായിരിക്കും സ്വാഭാവികമായിട്ട് ആളുകൾ കാണുക. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് പണപ്പിരിവ് നടത്തിയത്? ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. ആക്ഷൻ കമ്മിറ്റി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രേക്ഷകരോട്, നിങ്ങളുടെ നാട്ടിലൊക്കെ ആക്ഷൻ കമ്മിറ്റികൾ ഉണ്ടാവും, നിങ്ങൾ പലരും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അതിനോടൊപ്പം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതൊരു ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം നടത്തുമ്പോഴും സ്വാഭാവികമായും അതിനൊരു ലെറ്റർ പാഡ് അടിക്കണം, സീല് വേണം, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നീക്കണം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ടി വരും, DTP ചെയ്യേണ്ടി വരും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അത് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇത് വലിയ കേസാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കേണ്ട കാര്യമൊക്കെ വന്ന സമയത്ത് ഇതിന് പോകാൻ ചെലവില്ലേ? ഇതിന് യാത്രപ്പടി, ഈ യാത്ര പോകുന്ന ആളുകൾക്ക് ടിക്കറ്റ് എടുക്കണ്ടേ? ഈ പറയുന്ന സീൽ ഉണ്ടാക്കാനും ലെറ്റർ ഹെഡ് ഉണ്ടാക്കാനും DTP ചെയ്യാനും ഒക്കെ പണം വേണമല്ലോ. അതിന് ആക്ഷൻ കമ്മിറ്റി എങ്ങനെയാണ് പണം കണ്ടെത്തുക? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആക്ഷൻ കമ്മിറ്റി
പ്രാഥമികമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിൽ ബന്ധപ്പെട്ട ആളുകൾ, ആ കമ്മിറ്റിക്ക് അകത്തുള്ള ആളുകൾ പരസ്പരം 100ഉം 200ഉം ഒക്കെ ഈ ചെലവ് കണക്കാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വേണം. നമുക്ക് അങ്ങനെയാണ് എടുക്കുക. അതായത് പറഞ്ഞു വന്നത്, പുറത്തു നിന്ന് ഒരു രൂപ പോലും പിരിവ് നടത്തിയിട്ടില്ല. ഫൈൻഡ് അർജുൻ എന്നുള്ള ഈ കമ്മിറ്റിയിൽ ആ കമ്മിറ്റിയിലുള്ള മെമ്പർമാര്, അംഗങ്ങള് പരസ്പരം പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെൻസ് ഷെയർ ചെയ്തിട്ടുള്ള സത്യമാണ്. ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയേണ്ട വിഷയം തന്നെയാണ്. അതായത് അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്ന് പറയുന്ന ഈ ഒരു ആരോപണം വരുമ്പോ അർജുന്റെ പേരിൽ എന്തിനാണ് പണപ്പിരിവ് നടത്തിയത് എന്നുകൂടെ വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാര്യം അർജുന്റെ വിഷയത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ കാണാനും മറ്റുള്ള, ഇപ്പൊ കർണാടകയിൽ അടക്കം പോയതിന് ചെലവുകളുണ്ട്. ശരിക്കും എല്ലാവരും പാവപ്പെട്ട ആളുകളാണ്, സാധാരണ ആളുകളാണ്. അപ്പോ ഈ സംഘടനക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾ വരെ അതിലുണ്ട്. അർജുന്റെ അളിയനും ജിതിനും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ അദ്ദേഹം ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കാണണ്ട, മുഖ്യമന്ത്രിയെ നിങ്ങൾ പോയി കാണണ്ട എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ച് അദ്ദേഹം ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ചു പോയതാണ്. പിന്നെ അർജുനെ തിരിച്ചു കിട്ടണം. ജിതിൻ ആ ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ആളുകളോട് 100ഉം 200ഉം ഒക്കെ തരണം അല്ലേ? അപ്പോ ഞാൻ ചോദിക്കുന്നത്, അപ്പോ ജിതിൻ ശരിക്കും അത് പറയാൻ പാടുണ്ടോ എന്ന് എന്റെ ചോദ്യം. അല്ല, ജിതിൻ പറഞ്ഞ പല പ്രസ്താവനകളും പത്രസമ്മേളനത്തിൽ പറഞ്ഞ, പ്രത്യേകിച്ചും ആക്ഷൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതെല്ലാം അസംബന്ധങ്ങളാണ്. അദ്ദേഹം എന്തോ ഒരു വൈബ്രേഷനിൽ പറയാന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പിന്നിലുള്ള അതിനുള്ള ചാലകശക്തി അദ്ദേഹത്തെ ആ രീതിയിൽ സംസാരിപ്പിക്കുന്നതെന്നും നമുക്കറിയില്ല. പക്ഷെ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനം പ്രധാനമായിട്ടും ഊന്നിയത് അർജുന്റെ അമ്മയുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ, അതിനോടൊപ്പമാണ് ആക്ഷൻ കമ്മിറ്റി നീങ്ങിയത്. ആക്ഷൻ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അമ്മയുടെ സ്കാനറിലൂടെ, അമ്മയുടെ ബോധ്യത്തിലൂടെ കടത്തിവിട്ടതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. നിങ്ങൾ അമ്മയുമായിട്ട് നിരന്തരം സംസാരിക്കുന്ന അതില് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമുണ്ട്. ഇതില് നൗഷാദിലേക്ക് വരാം. ഞാൻ പറയുന്നത്, അമ്മയുമായി നിങ്ങൾ നിരന്തരം സംസാരിച്ചിരുന്നു, അമ്മയുമായി ഇവിടെ നടക്കുന്ന ഡിസ്കഷൻ ഒക്കെ നിങ്ങൾ പങ്കുവച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് കുടുംബം പറയുന്നത് മുഖ്യമന്ത്രിയുമായി കാണാൻ വേണ്ടി പോയത് ഞങ്ങളോട് അറിവോടെ അല്ല എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ മൂന്ന് ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് അർജുനും അർജുന്റെ കുടുംബവും, 2 മനാഫിന്റെ കുടുംബവും, 3-ാമത്തേത് പൊതുസമൂഹം. ഈ പൊതുസമൂഹത്തെയാണ് ആര് പ്രതിനിധീകരിക്കുന്നത്? ആക്ഷൻ കമ്മിറ്റി പ്രതിനിധീകരിക്കുന്നത്. അതിൽ ലോറി ഉടമകളുണ്ട്, ലോറി തൊഴിലാളികളുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, അങ്ങനെ തുടങ്ങി അന്ന് അതിനു വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളുടെ എല്ലാവരുടെയും കൂട്ടായ്മ പ്രതിനിധീകരിച്ചത് കേരളീയ പൊതുസമൂഹത്തിന്റെ മനസ്സിനെയാണ്. അപ്പൊ ആ 3-ാമത്തെ ഫാക്ടർ അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനാഫും ബന്ധപ്പെട്ട ആളുകളും കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. അർജുനുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ ജിതിനും വൈശാഖ് എന്ന് പറയുന്ന കക്ഷിയും 2 പേരാണ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അവർ ലെഫ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവരില്ലാത്ത ഒരു ഘട്ടത്തിൽ പിന്നെ എന്താണ് നമുക്കുള്ള മാർഗം? ഈ തീരുമാനങ്ങളെ ആർക്ക് വേണ്ടിയാണ്? ഫൈൻഡ് അർജുനാണ്. ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ബന്ധപ്പെടേണ്ടത് അർജുന്റെ അമ്മയുമായിട്ടും അച്ഛനുമായിട്ടും തീർച്ചയായും. നൗഷാദ്, ഈ ഫൈൻഡ് അർജുൻ എന്നുള്ള ഈ കമ്മിറ്റി വലിയ രീതിയിലേക്ക് വിവാദം ഉണ്ടായ സംഭവമാണ്. അതായത് ഇത് നിർത്തണം, എത്രയും പെട്ടെന്ന് നിർത്തണം എന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ പറയുന്നത്, കുടുംബം ഇത്ര രീതിയിലേക്ക് ഒരു അടച്ചാക്ഷേപിക്കുന്ന രീതി എന്തെങ്കിലും ഇതിനുണ്ടോ നിയമപരമായിട്ട്? കാര്യം ഒരു കുടുംബം വിളിച്ചു പറയാണ് മുഖ്യമന്ത്രിയെ നാളെ എന്റെ കുടുംബത്തിലെ ഇന്ന ആളെ കിട്ടണം എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഇതൊക്കെ റെക്കോർഡിക്കലി പോകേണ്ട വിഷയങ്ങളല്ലേ? തീർച്ചയായിട്ടും. അതില് ഞാനൊരു തുടക്കം പറയാം. നമ്മൾ ഈ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാകുന്നതിന് മുമ്പേ സേവ് അർജുൻ ഫോറമാണ് ഉണ്ടായത്. അത് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന്, പൊതുപ്രവർത്തകർ ചേർന്ന് കലക്ട്രേറ്റിന് മുമ്പിൽ, അതേപോലത്തെ ബൈപ്പാസിൽ, പ്രധാന പോയിന്റുകളിലൊക്കെ ചെറിയൊരു സമരം പോലെ, ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു സമരം തുടങ്ങി. ആ സമരം തുടങ്ങിയപ്പോൾ കുറേ ആളുകൾ അതിലേക്ക് അണിചേർന്നു. അപ്പോൾ ട്രേഡ് യൂണിയന്റെ നേതാക്കൾ, ലോറി ഉടമ നേതാക്കൾ, അതേപോലെ റഹ്മാൻ പത്തിരിപ്പാലെ പോലുള്ള സ്വതന്ത്ര നിലപാടുള്ള ലോറി ഡ്രൈവർമാര്, അതേപോലെ മറ്റ് മേഖലയിലുള്ള മുഹമ്മദ് അലി, സക്കീർ എന്ന് പറഞ്ഞ വിവിധ മേഖലയിലുള്ള ആളുകൾ നമ്മോടൊപ്പം ചേർന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നമുക്കിതൊന്ന് വിപുലീകരിക്കണം,
ഒരു പിന്നെ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ ഒരു വലിയ വിപുലീകരിച്ചൊന്ന് സംഘടിപ്പിക്കണം, മനാഫിനെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ ബന്ധുക്കളെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ എല്ലാവരെയും ചേർത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ആ കമ്മിറ്റിയിൽ അർജുന്റെ ബന്ധുക്കൾ വന്നിട്ടില്ല. അവർക്ക് അവിടെ എന്തോ മതപരമായ എന്തോ ചടങ്ങുണ്ടായത് കൊണ്ട് അവർക്ക് വരാൻ സാധിച്ചില്ല. അതും നമ്മുടെ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. 41 അർജുൻ നഷ്ടപ്പെട്ട് 41 ദിവസമായിരുന്നു. അപ്പോൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് വരാൻ പറ്റില്ല. അതൊക്കെ നിൽക്കാൻ നൗഷാദ്, പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. അത് എന്തിനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ശരിക്കും ആർക്കറിയാം? അർജുന്റെ കുടുംബത്തിനറിയാം, അളിയനറിയാം. എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് മനാഫ് പിരിച്ചു എന്നാക്കിയത്? അത് പിന്നെ അതിനെപ്പറ്റി മനാഫന്നാണ് ക്ലാരിറ്റി ആയിട്ട് പറയേണ്ടത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ ചില വിഷയങ്ങൾ ഇടപെടുമ്പോൾ പിന്നെ ഫണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അപ്പോൾ നേരത്തെ വിനോദേട്ടൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ചെലവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾക്ക് അത്രയും പൈസ എടുക്കാൻ സാധിക്കില്ല. കാരണം തിരുവനന്തപുരം പോയി വരാനും ഒക്കെ. ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരോടൊക്കെ പല ഘട്ടങ്ങളിലും ഈ നമ്മൾ നിരന്തരമായിട്ട് സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ചില സമയത്ത് കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇന്ന സ്ഥലത്ത് പോകാറുണ്ട്, കുറച്ച് ഡീസൽ അടിച്ചുണ്ടാ, അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാ, അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന്, അങ്ങനെയൊക്കെ നമ്മൾ സഹായം ചോദിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പൊതുജനങ്ങളോട് നമ്മൾ ഈ വിഷയത്തിൽ ഒരു പിരിവ് നടത്തിയിട്ടില്ല. മറിച്ച് ആ സംഘടനയിലുള്ള സുഹൃത്തുക്കൾ പരസ്പരം ഷെയർ ചെയ്ത് നമ്മൾ പൈസ എടുത്തു. പക്ഷെ എന്നാലും ഞങ്ങളെ തടിമലാണ് പൈസ വേറെയും കുടുങ്ങിയത്. 2,900 രൂപ. അപ്പോ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയാം, ഞാൻ വ്യക്തമായിട്ട് 2,900 രൂപയാണ് ആ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഹപ്രവർത്തകർ തന്നത്. 4 പേര് തിരുവനന്തപുരത്ത് പോയി വരണമെങ്കിൽ എത്ര പൈസ ആവും എന്നുള്ളത് കാണുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ ശിരൂര് ഞങ്ങൾ പോയി 4 പേര് ഒരു സ്വിഫ്റ്റ് കാർ എടുത്താ പോയത്. വളരെ ദൂരമുണ്ട്, കഷ്ടപ്പെട്ടാ പോയത്. ഈ അസുഖങ്ങളിലെ പിന്നെ വിനോദേട്ടനൊക്കെ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങളൊക്കെ പോയി. ഞങ്ങൾ പോകേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോയത്. അപ്പോൾ അവിടെ പിന്നെ അതിന് ഞങ്ങൾക്ക് പെട്രോളിന്റെ പൈസ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നു. 6,000 സംതിങ് കിട്ടും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വായു ഒന്നല്ല ഭക്ഷിച്ചത്, ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ എടുത്തതാണ്. അപ്പോൾ ചെലവിനേക്കാൾ കൂടുതൽ വരവുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുകയും, ഇതിപ്പോ പണ്ടാരോ പറഞ്ഞതുപോലെ വരവിനേക്കാൾ കൂടുതൽ ചെലവ് കമ്മിറ്റിയുടെ അംഗങ്ങൾക്ക് ബാധ്യതയാകുക ചെയ്തത്. ആ വിഷയമാണ് ആ മാന്യദേഹം അങ്ങനെ പറഞ്ഞത്. 2,900 രൂപയുടെ ആ ഗ്രൂപ്പിലുള്ള പിരിവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. എന്തായാലും അദ്ദേഹം ഈ അറിയുന്ന സ്ഥിതിക്ക് ഇത് പത്രസമ്മേളനം നടത്തി ജനങ്ങളുടെ മുന്നിൽ ഇത്തരം വാക്കുകൾ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പോ പ്രത്യേകിച്ച് ഇവരൊക്കെ ഓരോ മേഖലയിലുള്ള ആളുകളാണ്. അപ്പോ ഫൈൻഡ് അർജുൻ എന്നുള്ള ഈ ഒരു രീതിയിലേക്ക് അർജുനെ തേടുക എന്നുള്ള കണ്ടീഷനിലേക്കാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഇത്തരം രീതിയിലേക്കൊക്കെ പറയുമ്പോൾ അത് അത്തരം രീതിയിൽ ഒന്ന് ചിന്തിച്ച് പറയാമായിരുന്നു എന്നുള്ളതാണ്. ആർക്കു വേണ്ടിയാണ് ഇവരൊക്കെ പണിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത്. ഈ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് പൊതുവികാരം അനുസരിച്ച് ഉണ്ടാക്കിയതാണ്, മനസ്സിലല്ലേ? പക്ഷെ ഞങ്ങൾ എപ്പോഴും ആ അമ്മക്കെപ്പോഴും ആ കുടുംബത്തിനെപ്പോഴും നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. പിന്നെ ഞങ്ങളെ സുഹൃത്തുക്കളോട് അതല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വിഷയങ്ങൾ ഇടപെടുകയല്ല. നമ്മുടെ ചരിത്രം പരിശോധിക്കട്ടെ, നമ്മൾ പല വിഷയങ്ങൾ ഇടപെടുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ 50 രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് എനിക്കിൻ്റെ സ്ഥലത്ത് ഞാൻ പെട്ട് കിടക്കുകയാണ്, എനിക്കൊന്നും അങ്ങോട്ട് ബസ്സിന് പൈസ ഇല്ല. കാണുന്നതല്ല കീശയിലുണ്ടാവുക, മനസ്സിലായില്ലേ? അത് എല്ലാവരും മനസ്സിലാക്കണം. ഒരു മനുഷ്യന് ഒരു പ്രവർത്തനമായിട്ട് ഇറങ്ങുമ്പോൾ അവരെ ശരിക്കും നമ്മളെ ചേർത്ത് പിടിക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. വളരെ ദുഃഖം തോന്നുന്നുണ്ട് ഈ അവസരത്തിൽ. പക്ഷെ ഞാൻ ചില സമയത്ത് ചിന്തിക്കും, അവർക്കെല്ലാം നഷ്ടപ്പെട്ടതാണ്. അവരുടെ ഒരു മാനസികാവസ്ഥയിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ചതാകാം. അതിലേ ഞാൻ ഒന്ന് നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതേ, നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഔഷാദ് ഭായി, നമ്മളൊരു പൈസ ആരോടും വേറെ വാങ്ങില്ല എന്ന്. അതിന് കാരണം നമുക്ക് ധൈര്യം തന്നത് എന്താണ്? ലോറി തൊഴിലാളികളുടെ സംഘടന, അതിന്റെ പ്രതിനിധിയാണ് കമ്മിറ്റിയിലുള്ളത്. ലോറി ഉടമകളുടെ സംഘടന, അതിന്റെ പ്രതിനിധിയാണുള്ളത്. അവര് നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചോ, ഞങ്ങൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള യാത്രാ ചെലവോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം എന്ന് 1 രൂപ മറ്റുള്ള ഒരു സോഴ്സിൽ നിന്ന് കണ്ടെത്താൻ പാടില്ല എന്ന് കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് അത് മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ പേരിൽ
ആകെ 3500 രൂപയ്ക്ക് വേണ്ടി നടത്തിയ 2900 രൂപയുടെ പിരിവിന്റെ പുറത്ത് ഒരു മാധ്യമ പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പഴി കേൾക്കേണ്ടി വരാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്താണ് ഇതിലൊരു അനുഭവം ഉണ്ടായത്? ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഇത് വേണ്ടാന്ന് തോന്നിയായിരുന്നു? അല്ല, ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുകയാണേ. നമ്മൾ ഈ കമ്മിറ്റിയൊക്കെ ആയിട്ട് നടക്കുന്നത് TV ചർച്ചകളിലും ഈ ചാനൽ ബൈറ്റിലും ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പലരും നമ്മളോട് വിളിച്ചു ചോദിക്കുമല്ലോ, എന്താണ് നിങ്ങൾ ഇങ്ങനെ പിരിവൊക്കെ നടത്തി ഇത്തരം ഒരു സംഭവത്തിൽ എന്നതൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. ദിവസങ്ങളോളം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു, യാത്രകൾ പോകുന്നു. നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം കേരളം മുഴുവൻ വലിയ തോതിൽ താല്പര്യത്തോടു കൂടി രാവിലെ എഴുന്നേറ്റാലും കിടക്കുന്നത് വരെയും അർജുന കിട്ടിയോ എന്ന് ചോദിക്കുന്ന ഒരു വിഷയം. ഞങ്ങൾ നിരവധി വട്ടം നീ പറയുന്ന മുഖ്യമന്ത്രിക്ക് നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നിവേദനം ഉണ്ടല്ലോ, നിവേദനത്തിൽ പറയുന്ന ഒന്നാമത്തെ വാചകം അമ്മയുടെ വാക്കാണ് അല്ലേ, അമ്മയുടെ ആവശ്യമാണ്. ആ ആവശ്യമാണ് കമ്മിറ്റി എന്ത് ചെയ്തത്, മുന്നിൽ വെച്ചത്. അല്ല, ഇയാള് നേരത്തെ പറഞ്ഞു കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്നൊക്കെ ഈ ജിതിനൊക്കെ പറയുന്നത് കേട്ടു. കമ്മിറ്റി ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അമ്മയുടെ അനിയത്തി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ, അച്ഛൻ, ഞങ്ങൾ നിരന്തരം അദ്ദേഹത്തിന് വീണ് നട്ടലിന് പരിക്ക് പറ്റി അവിടെ വീട്ടിൽ കിടപ്പിലായിരുന്നു അച്ഛൻ. നിരന്തരം ഞങ്ങൾ പോവുകയും ഓരോ കാര്യങ്ങളും അവിടെ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട നമ്മളെ പിന്നെ ഈ പത്രസമ്മേളനം നടത്തിയല്ലോ അവര്. അതെ, അതിന്റെ തലേന്ന് അവർ ഉച്ചഭക്ഷണം കഴിച്ച്, അതെ, ഈ പത്രസമ്മേളനം നടക്കുന്നതിന്റെ തലേ ദിവസം അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് അവിടെ ഉള്ളിൽ കയറി അവരോടൊക്കെ സംസാരിച്ച് എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് വിളിക്കണം കേട്ടോ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നൊരു വീടാണ്. നമ്മൾ അവരെ കൂടെ തന്നെയാണ്. ഇപ്പൊ സൈബർ അറ്റാക്ക് അവർക്ക് നേരെ നിന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഞങ്ങളത് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവർക്കെതിരെ ഒന്നും പറയാൻ പാടില്ല, അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, ആ കുടുംബത്തിനെ ചേർത്ത് നഷ്ടപ്പെട്ട കുടുംബമാണ്. പക്ഷെ ഞങ്ങൾ പ്രയാസങ്ങൾ ഞങ്ങൾ പറയണം, കാരണം അത് സാമ്പത്തിക ഒരു ക്രമക്കേട് ആരോപണം വന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല, ഞങ്ങൾക്ക് പറയണം. ഞങ്ങൾ ഇന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, ഈ വിഷയത്തോടെ അവസാനിപ്പിക്കുകയല്ല, ഇനിയും ഞങ്ങൾ തുടരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. തീർച്ചയായും കുടുംബത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്നതാണ്. ഇത് അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള വീഡിയോയല്ല, ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ട ആവശ്യം നമ്മളിതും കൂടാണ്. അപ്പോ നന്ദി, നമസ്കാരം.